ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. ഇതിന് 1 മണിക്കൂറൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് അരിപ്പൊടി വേണം. അതിനൊരു ബൗളിലേക്ക് ഇടാം. ഇത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്തതോ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇടിയപ്പം പത്തിരിപ്പൊടിയാണ്. അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ പകരം സാമ്പാർ പരിപ്പ് ഉപയോഗിച്ചാലും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം ഒട്ടും കൂടി പോവാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ഇല്ലെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനെ ഞാൻ നല്ല പോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചപ്പാത്തിക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. നല്ല കട്ടിയാക്കണ്ട, അല്പം ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ ഒന്നിനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ മാവിനെ മുഴുവനും നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇപ്പം ഞാൻ മാവ് മുഴുവനും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പടമൊക്കെ ഉണ്ടല്ലോ, ആ ഷേപ്പിൽ നമുക്കിതിനൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിഷിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ഉരുളകളും ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതൊന്നിനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. പ്രസ്സർ ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോഴും കയ്യിൽ അല്പം എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുമല്ലാതെ പ്രസ്സർ ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണെങ്കിലും അതുപോലെ എല്ലാ ഉരുളകളെയും പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡിനെയും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്സ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായൊരു സ്നാക്സാണിത്. നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയായ സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.